മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. മുല്ലപ്പള്ളിയുടെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായി, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതിൽ ദുഃഖമുണ്ടെന്നും തെറ്റുതിരുത്തി മുന്നോട്ടു പോകുമെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കണമെന്നാണ് തന്റെ നിർദ്ദേശമെന്ന മുല്ലപ്പള്ളിയും പ്രതികരിച്ചു. നേരത്തെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോയി. അവിടെ ആദ്യമായി കോൺഗ്രസിന് അടിത്തറ കെട്ടിപ്പോക്കിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇവിടെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നം, വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. കാലത്തിന്റെ ഒരു ഗതി അനുസരിച്ച് അദ്ദേഹം അതിനകത്തുനിന്ന് പാർട്ടിയുടെ ഇതിന്റെ സജീവ രംഗത്തുനിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ഒഴിവാക്കാനോ അദ്ദേഹത്തെ കൈയൊടിയാനോ കോൺഗ്രസിലെ പ്രവർത്തകന്മാരോ നേതാക്കന്മാരോ ആരും ശ്രമിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാലയുണ്ട്. ഫൈസൽ, മുല്ലപ്പള്ളിയുടെ പിണക്കമൊക്കെ മാറിയോ? മുല്ലപ്പള്ളിക്ക് യാതൊരുവിധ പിണക്കങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുമായോ നേതാക്കളുമായോ അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് തീർത്തു പറയുന്ന തരത്തിലായിരുന്നു ഇന്ന് സുധാകരൻ മുല്ലപ്പള്ളിയെ കണ്ട ശേഷം സുധാകരൻ മുല്ലപ്പള്ളിയൊക്കെ നമ്മോട് പ്രതികരിച്ചത്. അവര് പറയുന്നത്, സുധാകരൻ പറയുന്നത് ഏറെ കാലത്തെ ബന്ധമുണ്ട്. കണ്ണൂരിൽ മുല്ലപ്പള്ളി മത്സരിക്കുന്ന കാലം തൊട്ട് ഉള്ള ആ ഒരു പരിചയമാണ്. പാർട്ടിക്ക് എന്നും മുല്ലപ്പള്ളിയുടെ ഒരു സാന്നിധ്യവും പ്രവർത്തനമൊക്കെ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു സുധാകരൻ പ്രതികരിച്ചത്. അത്തരത്തിൽ മുല്ലപ്പള്ളിയും സുധാകരൻ തമ്മിൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞത്. ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് എന്നുള്ള തരത്തിലേക്കുള്ള വാക്കുകളായിരുന്നു സുധാകരൻ എന്ന് വന്നത്. മുല്ലപ്പള്ളി കണ്ണൂരിൽ പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ നേതാവാണ്. അതുപോലെ കാലത്തിന്റെ ഗതി അനുസരിച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറിയെങ്കിലും അദ്ദേഹം എന്നും പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സുധാകരൻ സമ്മതിക്കുന്നു. അതൊക്കെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് പാർട്ടിയുടെ അടിത്തറ സംരക്ഷിച്ചുകൊണ്ട് എന്നും പാർട്ടിക്കൊപ്പം തന്നെ നിലനിൽക്കും എന്നുള്ള തരത്തിലാണ് സുധാകരൻ പ്രതികരിച്ചത്.